ലൊക്കേഷൻ സ്കില്ലിലെ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ യൂണിറ്റായ നഴ്സറി മാനേജ്മെൻറ്റിൻ്റെ ആദ്യ ഭാഗമാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നഴ്സറി എന്താണെന്ന് കഴിഞ്ഞ യൂണിറ്റിൽ ചെറുതായെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വീടുകൾ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും അലങ്കാര ചെടികൾ വാങ്ങാൻ ഇപ്പോൾ ആളുകൾ തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സറി ബിസിനസ് ഇപ്പോൾ വളരെ ആദായകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നഴ്സറി എന്താണെന്ന് വിശദമായി ഇനി നമുക്ക് മനസ്സിലാക്കാം. ഈ പാഠഭാഗത്ത് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന മേഖലകൾ നഴ്സറി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, സെലക്ഷൻ ഓഫ് നഴ്സറി സൈറ്റ്, ടൈപ്സ് ഓഫ് നഴ്സറി എന്നിവയാണ്. എന്താണ് നഴ്സറി? നല്ല ഗുണമേന്മയുള്ളതും കലർപ്പില്ലാത്തതുമായ ചെടികളും നടീൽ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം എന്നാണ് നഴ്സറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നഴ്സറി സ്ഥാപിക്കുക എന്നത് നല്ല ആസൂത്രണവും വൈദഗ്ധ്യവും ആവശ്യമായ ഒരു സംരംഭമാണ്. പ്രധാനമായും 2 ആവശ്യങ്ങൾക്കായിട്ടാണ് നഴ്സറികൾ തയ്യാറാക്കുന്നത്. ഒന്ന്, ചെടികളും നടീൽ വസ്തുക്കളും വിപണനത്തിന് തയ്യാറാകുന്നത് വരെ പരിപാലിക്കുക. 2, പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ സമയമാകുന്നത് വരെ പരിപാലിക്കുക. അതുകൊണ്ട് നഴ്സറിക്ക് നമുക്ക് ഇങ്ങനെയൊരു നിർവചനം നൽകാം: പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് അവ വിപണനത്തിന് അല്ലെങ്കിൽ മാറ്റി നടീലിന് സമയമാകുന്നതുവരെ ശരിയായ പോഷണം നൽകി പരിപാലിക്കുന്ന സ്ഥലമാണ് നഴ്സറി. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് നഴ്സറി. എന്തൊക്കെയാണ് നഴ്സറിയുടെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയിൽ ധാരാളം ചെടികൾ വളർത്തുവാനും പരിപാലിക്കുവാനും സാധിക്കുന്നു. 2, നല്ല ശ്രദ്ധയും പരിപാലനവും നൽകാൻ കഴിയുന്നതുകൊണ്ട് വലിപ്പം കുറഞ്ഞതും വിലയേറിയതുമായ സങ്കരയിനം വിത്തുകൾ പോലും നന്നായി വളർത്തിയെടുക്കുവാൻ കഴിയുന്നു. 3, വിത്തുകൾ വിതയ്ക്കുന്നത് ബെഡുകളിലാകുമ്പോൾ അവയുടെ അങ്കുരണശേഷി വർദ്ധിക്കുകയും കരുത്തുറ്റ തൈകൾ ലഭിക്കുകയും ചെയ്യുന്നു. 4, നഴ്സറി ഏരിയ ചെറുതായതുകൊണ്ട് അമിതമായ ശ്രദ്ധയും ചെലവും ഇല്ലാതെ തന്നെ തൈകളെ നന്നായി പരിപാലിക്കുവാൻ സാധിക്കുന്നു. 5, ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. 6, നഴ്സറിയിൽ നിന്നും ആരോഗ്യവും കരുത്തുറ്റതുമായ തൈകൾ തിരഞ്ഞെടുത്ത് നടാവുന്നതുകൊണ്ട് പ്രധാന നടീൽ സ്ഥലത്ത് ചെടികളെ ഒരേ രീതിയിൽ നന്നായി വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു. 7, എല്ലാ സീസണിലും എല്ലാത്തരം ചെടികളും വളർത്തുക എളുപ്പമല്ല. എന്നാൽ നഴ്സറികളിൽ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഓഫ് സീസണിലും ചെടികൾ ഉൽപ്പാദിപ്പിക്കുവാനും അതുവഴി നല്ല വരുമാനം ലഭിക്കുവാനും സാധിക്കുന്നു. 8, വിത്തുകളുടെ അങ്കുരണശേഷി വർദ്ധിക്കുന്നത് കൊണ്ട് നേരിട്ട് ഫീൽഡിൽ വിതയ്ക്കുന്നതിനേക്കാൾ കുറച്ചളവിൽ മാത്രം വിത്ത് മതിയാകും. 9, നഴ്സറികളിൽ ചെടികൾ സുരക്ഷിതമായി നിൽക്കുന്നത് കൊണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് പ്രധാന നടീൽ സ്ഥലം ഒരുക്കുന്നതിന് കൂടുതൽ സമയം ലഭിക്കുന്നു. മാത്രമല്ല, നേരത്തെ നിന്നിരുന്ന വിള പാകമായിട്ടില്ലെങ്കിൽ വിളവെടുപ്പ് കുറച്ചുകൂടി ദീർഘിപ്പിക്കുവാനും സാധിക്കുന്നു. 10, നഴ്സറിയിൽ ഷഡ്പദ കീടങ്ങൾ, രോഗങ്ങൾ, കളകൾ ഇവയുടെ നിയന്ത്രണം എളുപ്പത്തിൽ സാധ്യമാകുന്നു. അടുത്തത് സെലക്ഷൻ ഓഫ് ദി നഴ്സറി സൈറ്റ്. നഴ്സറി തുടങ്ങുന്നതിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും പരിഗണിക്കേണ്ടതെന്ന് നോക്കാം. 1, ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം. മലിനീകരണത്തിൽ നിന്ന് മുക്തമായ ഒരു സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഇഷ്ടികച്ചൂളകൾ, പുക വമിക്കുന്ന ഫാക്ടറികൾ, തിരക്കേറിയ വാഹന ഗതാഗതമുള്ള റോഡുകൾ എന്നിവയിൽ നിന്നും അകലെയായിരിക്കണം നഴ്സറി. അല്ലെങ്കിൽ ചെടികളുടെ ഇലകളിലും മറ്റു ഭാഗങ്ങളിലും പൊടിയും ചെളിയും അടിഞ്ഞുകൂടി അവയുടെ ഭംഗി നഷ്ടപ്പെടുവാനും പ്രകാശ സംശ്ലേഷണം തടസ്സപ്പെടുവാനും കാരണമാകും. അതുപോലെ തന്നെ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം. അധികം ചൂടിൽ നിന്നും ചെടികൾക്ക് സംരക്ഷണം നൽകുകയും വേണം. 2, ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഭൂപ്രകൃതി. നഴ്സറിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല നിരപ്പുള്ളതായിരിക്കണം. നിരപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ നിരപ്പാക്കുകയും കുന്നിൻ ചരിവുകളാണെങ്കിൽ തട്ടുകളായി തിരിച്ച് നിരപ്പാക്കി ചെടികൾ നടുകയും വേണം. ഇല്ലെങ്കിൽ മണ്ണൊലിപ്പിനും വെള്ളം കെട്ടി നിൽക്കുന്നതിനും ഇത് കാരണമാകും. 3, സോയിൽ അല്ലെങ്കിൽ മണ്ണ്. ധാരാളമായി ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ജൈവദ്രവ്യം അടങ്ങിയ ലോം അല്ലെങ്കിൽ സാൻഡി ലോം സോയിലാണ് നല്ലത്. ലോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോയിൽ പാർട്ടിക്കിൾസായ മണൽ,
പൊടിമണ്ണ്, കളിമണ്ണ് ഇവയെല്ലാം ഒരേ അനുപാതത്തിൽ ചേർന്ന് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. മണ്ണിൻ്റെ അമ്ലഗുണം അല്ലെങ്കിൽ ക്ഷാരഗുണം രേഖപ്പെടുത്തുന്ന തോതാണ് pH. ഏകദേശം ന്യൂട്രലായ, അതായത് 6.5 മുതൽ 7.5 വരെ pH ഉള്ള മണ്ണാണ് നഴ്സറിക്ക് നല്ലത്. ആവശ്യത്തിന് വെള്ളം നിലനിർത്താൻ കഴിവുള്ളതും വായു സഞ്ചാരമുള്ളതുമായ മണ്ണായിരിക്കണം. അടുത്തത് വാട്ടർ, ജലം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം. പ്രത്യേകിച്ചും അതിൻ്റെ ഗുണനിലവാരം. ഉപ്പ് കലർന്ന ജലവും മലിനജലവും ഒഴിവാക്കണം. ജലസേചനത്തിനാവശ്യമായ ജലലഭ്യത ഉറപ്പാക്കണം. ഒരു സമയത്തും ജലദൗർലഭ്യം അനുഭവപ്പെടാതിരിക്കുന്നതിനായി ഒരു ജലസ്രോതസ്സിനടുത്തു തന്നെ നഴ്സറി ആരംഭിക്കുന്നതായിരിക്കും അഭികാമ്യം. അടുത്തത് ഡ്രെയിനേജ് അല്ലെങ്കിൽ നീർവാർച്ച. നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം നഴ്സറിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഒരു സമയത്തും വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. ഇത് ചെടികൾ അഴുകിപ്പോകാൻ കാരണമാകും. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതം. നഴ്സറി ഏരിയയിലേക്ക് ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കണം. കൂടാതെ വിപണന കേന്ദ്രത്തിനടുത്തായിരിക്കുകയും വേണം. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തൈകൾക്കുണ്ടായേക്കാവുന്ന കേടുപാടുകൾ ഒഴിവാക്കാൻ ഇതുമൂലം സാധിക്കും. അടുത്തത് ലേബർ. ധാരാളം തൊഴിലാളികൾ ആവശ്യമുള്ള സ്ഥലമാണ് നഴ്സറി. അതുകൊണ്ട് നഴ്സറിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ആവശ്യത്തിന് തൊഴിലാളികൾ ഉണ്ടായിരിക്കണം. അടുത്തത് പ്രൊട്ടക്ഷൻ ഫ്രം ആനിമൽസ്, മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. മറ്റ് കൃഷിയിടങ്ങളിലെന്ന പോലെ നഴ്സറികളിലെയും ഒരു പ്രധാന പ്രശ്നമാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെ ശല്യം. ഇവയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ചുറ്റും വേലി കെട്ടി അടയ്ക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് മാർക്കറ്റ് നീഡ്സ് ആൻഡ് സൈസ്. ഏതൊരു ബിസിനസ്സും പോലെ നഴ്സറി ബിസിനസ്സും വിജയിക്കണമെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അഭിരുചിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം വിപണി സജ്ജമാക്കേണ്ടത്. അതുപോലെ തന്നെ നഴ്സറിയിലേക്ക് ആവശ്യമായ വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ, പോളി ബാഗുകൾ, കാർഷിക ഉപകരണങ്ങൾ, അവയുടെ സ്പെയർ പാർട്സ് ഇവയെല്ലാം തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ നിന്നും ലഭ്യമാകുന്നവയായിരിക്കണം. നഗരത്തിനടുത്തായി അല്ലെങ്കിൽ ജനങ്ങൾ ധാരാളമായി എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലമായിരിക്കണം നഴ്സറിയുടേത്. അടുത്തത് ടൈപ്സ് ഓഫ് നഴ്സറി അല്ലെങ്കിൽ വിവിധ തരം നഴ്സറികൾ. നഴ്സറികളെ പല രീതിയിൽ നമുക്ക് വർഗീകരിക്കാം. ആദ്യത്തേത് ഡ്യൂറേഷൻ അല്ലെങ്കിൽ കാലദൈർഘ്യം അനുസരിച്ചുള്ള വർഗീകരണമാണ്. കാലദൈർഘ്യം അല്ലെങ്കിൽ ഡ്യൂറേഷൻ അനുസരിച്ച് നഴ്സറികളെ പൊതുവെ ടെമ്പററി നഴ്സറി അല്ലെങ്കിൽ താൽക്കാലിക നഴ്സറി എന്നും പെർമനൻറ്റ് നഴ്സറി അല്ലെങ്കിൽ സ്ഥിരം നഴ്സറി എന്നും രണ്ടായി തിരിക്കാം. ആദ്യം നമുക്ക് താൽക്കാലിക നഴ്സറി എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും നോക്കാം. സാധാരണയായി താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാന നടീൽ സ്ഥലത്തേക്ക് മാറ്റി നടുന്ന സമയം വരെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടി, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മേളകളോടനുബന്ധിച്ച് തയ്യാറാക്കപ്പെടുന്നവയാണ് കൂടുതലായും. പച്ചക്കറികളുടെയും അലങ്കാര ചെടികളുടെയും തൈകളാവും ഇവിടെ ഉണ്ടാവുക. മെയിൻ ഫീൽഡിനടുത്തായിട്ടായിരിക്കും ഈ നഴ്സറികളുടെ സ്ഥാനം. ഇതിൻ്റെ സവിശേഷതകൾ: ഒരു ചെറിയ കാലയളവിലേക്ക് നിർമ്മിക്കുന്നതും ചെറുതുമായിരിക്കും. അടുത്തത്, ഇത് തയ്യാറാക്കുന്നത് ഹ്യൂമസ് അല്ലെങ്കിൽ ജൈവാംശം കൂടുതലുള്ള മണ്ണിലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ വളപ്രയോഗം നടത്തേണ്ട ആവശ്യം വരുന്നില്ല. 3, നഴ്സറിയും പ്രധാന നടീൽ സ്ഥലവും തമ്മിലുള്ള അകലം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യം കൂടുതൽ ലഭ്യമാക്കേണ്ട കാര്യമില്ല. പരിപാലനത്തിനായി പ്രത്യേക മേൽനോട്ടം ആവശ്യമില്ല. എന്നാൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. താൽക്കാലിക നഴ്സറിയുടെ ഗുണങ്ങൾ: നഴ്സറിയും മെയിൻ ഫീൽഡും തമ്മിലുള്ള അകലം കുറവായതുകൊണ്ട് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന സമയത്തും തൈകൾ ഇളക്കിയെടുക്കുന്ന സമയത്തും ഉണ്ടാകാവുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. ചെറുതായതുകൊണ്ട് തന്നെ പ്രാരംഭ ചെലവ് കുറവാണ്. ദോഷങ്ങൾ: ഇവയുടെ താൽക്കാലിക സ്വഭാവം കൊണ്ട് ജലസേചനം പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യത്തിന് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ചെടികളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരുന്നു. അടുത്തതായി പെർമനൻറ്റ് നഴ്സറി അല്ലെങ്കിൽ സ്ഥിരം നഴ്സറിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെടികൾക്ക് നല്ല പോഷണം നൽകി ദീർഘനാൾ സംരക്ഷിക്കുന്ന നഴ്സറികളാണിവ. റോഡുകളുമായി ബന്ധിപ്പിക്കുന്നതും വിസ്തൃതവുമായ സ്ഥലമാണ് ഇത്തരം നഴ്സറിക്ക് വേണ്ടത്.
തീവ്രമായ പരിചരണവും മേൽനോട്ടവും ആവശ്യമാണ്. സ്ഥിരം നഴ്സറിയിൽ ഒരു ഓഫീസ്, സ്റ്റോർ, മദർ ബ്ലോക്ക്, സീഡ് ബെഡുകൾ, സുരക്ഷാ സൗകര്യങ്ങൾ, ജലസേചന സ്രോതസ്, വൈദ്യുതി, ഗതാഗത സൗകര്യം, പാക്കിങ്ങിനുള്ള സ്ഥലം, വളം, ഉപകരണങ്ങൾ ഇവ സൂക്ഷിക്കുന്ന ഷെഡ് തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഗുണങ്ങൾ: ചെടികളുടെ തൈകൾ, ഒട്ടുതൈകൾ അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ്, ബഡ്ഡു തൈകൾ, പതിവച്ച് പിടിപ്പിച്ച ചെടികൾ അല്ലെങ്കിൽ ലെയേഴ്സ്, വേര് പിടിപ്പിച്ച തണ്ടുകൾ തുടങ്ങി വൈവിധ്യമാർന്ന നടീൽ വസ്തുക്കളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. സ്ഥിരമായി നിലനിൽക്കുന്നത് കൊണ്ട് വർഷങ്ങളോളം നടീൽ വസ്തുക്കളുടെ ശാശ്വത സ്രോതസ്സായി നിലനിൽക്കുന്നു. സ്ഥിരം ജീവനക്കാരുള്ളതുകൊണ്ട് മേൽനോട്ടവും പരിപാലനവും നന്നായി നടക്കുന്നു. പ്രാരംഭ ചെലവ് കൂടുതലാണെങ്കിലും പിന്നീട് ലാഭകരമായി തീരുന്നു. പെർമനന്റ് നഴ്സറിയുടെ ദോഷങ്ങൾ: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാരംഭ ചെലവ് കൂടുതലാണ്, ഗതാഗതത്തിനുള്ള ചെലവ് കൂടുതലാണ്, ധാരാളം തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് അവരുടെ വിന്യാസം, അവരുടെ തൊഴിൽ, പ്രതിഫലം ഇവയിലെല്ലാം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. ബിസിനസ് ലാഭകരമായി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടാകണം. ഓരോ തരത്തിലുള്ള ചെടികളുടെയും നടീൽ വസ്തുക്കളുടെയും പരിപാലനത്തിന് വിദഗ്ധരായ തൊഴിലാളികളുടെ ആവശ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഏത് തരം ചെടികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി നഴ്സറികളെ ഓർണമെൻ്റൽ നഴ്സറി, വെജിറ്റബിൾ നഴ്സറി, ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി, ഫോറസ്റ്റ് നഴ്സറി എന്നിങ്ങനെ 4ആയി തിരിക്കാം. ആദ്യത്തേത് ഓർണമെൻ്റൽ നഴ്സറി, അലങ്കാര ചെടികളുടെ നഴ്സറി. വിവിധ തരം അലങ്കാര ചെടികളുടെ തൈകൾ പതിവയ്ക്കുന്നതിനും ബഡ്ഡിങ്ങിനും ഗ്രാഫ്റ്റിങ്ങിനും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സയൻ മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മദർ ബ്ലോക്കുകൾ, ആനുവൽസും പെരനിയൽസുമായ അലങ്കാര ചെടികളുടെ തൈകളും റൂട്ട് സ്റ്റോക്കുകളും, നട്ടുപിടിപ്പിച്ചിട്ടുള്ള ബഡ്ഡുകൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. കൂടാതെ നടീൽ വസ്തുക്കളായ ബൾബുകൾ, കിഴങ്ങുകൾ, വള്ളിച്ചെടികളുടെ വേര് പിടിപ്പിച്ച തണ്ടുകൾ, വീടിനകവും പുറവും അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ചട്ടികളിൽ വളർത്തുന്ന ചെടികൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. പ്രത്യേക ബ്ലോക്കുകളിലായി കട്ട് ഫ്ലവേഴ്സ്, ലൂസ് ഫ്ലവേഴ്സ്, സീസണൽ ഫ്ലവേഴ്സ്, ബോൺസായി തുടങ്ങിയവയെല്ലാം ഉണ്ടായിരിക്കും. അടുത്തത് വെജിറ്റബിൾ നഴ്സറി. ഇവിടെ പലതരം പച്ചക്കറികളുടെ നടീൽ വസ്തുക്കളായ തൈകൾ, വേര് പിടിപ്പിച്ച തണ്ടുകൾ, കിഴങ്ങുകൾ മുതലായവ ഉൽപ്പാദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളുടെ തൈകൾ ലഭിക്കുന്ന നഴ്സറി. മാവ്, പ്ലാവ്, ലിച്ചി, സപ്പോട്ട, പേര, പപ്പായ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകൾ, ഗ്രാഫ്റ്റുകൾ, ബഡ് തൈകൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇത്. കൂടാതെ സയൻ മെറ്റീരിയലിന് വേണ്ടിയുള്ള മദർ ബ്ലോക്കുകളും ഇവിടെ ഉണ്ടായിരിക്കും. അടുത്തത് ഫോറസ്റ്റ് നഴ്സറി. സോഷ്യൽ ഫോറസ്ട്രി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇതിനു വേണ്ടിയുള്ള വനവൃക്ഷങ്ങളുടെ നടീൽ വസ്തുക്കൾ ഫോറസ്റ്റ് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. വലിയ വൃക്ഷങ്ങളായ വേപ്പ്, ഗുൽമോഹർ, കണിക്കൊന്ന, മന്ദാരം, പുളി, നെല്ലി, യൂക്കാലിപ്റ്റസ് തുടങ്ങിയവയുടെ തൈകൾ ഇവിടെ ലഭിക്കുന്നു. അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ്ഡ്. ഘടന അനുസരിച്ചുള്ള വർഗീകരണം. ഘടന അനുസരിച്ച് ഓപ്പൺ ഫീൽഡ് നഴ്സറി എന്നും ഹൈടെക് നഴ്സറി എന്നും 2ആയി തരംതിരിക്കാം. എന്താണ് ഓപ്പൺ ഫീൽഡ് നഴ്സറി എന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങളൊന്നുമില്ലാതെ തുറസായ സ്ഥലത്ത് തയ്യാറാക്കുന്ന നഴ്സറികളാണിവ. താൽക്കാലിക നഴ്സറികളാണ് സാധാരണയായി ഇത്തരത്തിൽ തയ്യാറാക്കാറുള്ളത്. വിവിധ രീതിയിലുള്ള തടങ്ങൾ തയ്യാറാക്കിയാണ് ചെടികൾ നടുന്നത്. സാധാരണയായി അനുഭവപ്പെടുന്ന എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഇവ വിധേയമായിരിക്കും. അടുത്തതായി ഹൈടെക് നഴ്സറി. ഓപ്പൺ ഫീൽഡ് നഴ്സറിയിൽ നിന്നും വ്യത്യസ്തമായി ഇവയ്ക്ക് സുരക്ഷാ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലാദ്യത്തെ വിഭാഗം താച്ച്ഡ് റൂഫ്, മേൽക്കൂര മേഞ്ഞിട്ടുള്ള നഴ്സറികൾ. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നഴ്സറി ബഡുകൾക്ക് മുകളിലായി ഓല കൊണ്ടോ ഷീറ്റ് കൊണ്ടോ മേഞ്ഞ ഒരു മേൽക്കൂര ഉണ്ടായിരിക്കും. വലിയ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ചൂടിൽ നിന്നും ചെടികളെ ഇവ സംരക്ഷിക്കുന്നു. ഹൈടെക് നഴ്സറിയിലെ അടുത്ത വിഭാഗമാണ് ഷെയ്ഡ് നെറ്റ് നഴ്സറി അല്ലെങ്കിൽ
തണൽ വലകൾ. പല നിറങ്ങളിലും ഇഴയകലത്തിലുമുള്ള തണൽ വലകളുണ്ട്. ഇവയാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള നഴ്സറികളാണിവ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെടികൾക്ക് തണൽ നൽകുന്ന നഴ്സറികളാണിവ. അടുത്തത് പോളി ടണൽ. ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫിലിം കൊണ്ട് കവർ ചെയ്ത് തുരങ്കം പോലെ കാണപ്പെടുന്ന നഴ്സറികളാണിവ. ഇതിനുള്ളിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും ചെലവ് കുറഞ്ഞതുമായ നഴ്സറികളാണിവ. തൈകൾ തണുപ്പ്, കാറ്റ്, കൊടുങ്കാറ്റ്, മഴ, മഞ്ഞ് ഇവയിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇവയ്ക്കുള്ളിൽ വിത്തുകൾ നന്നായി മുളയ്ക്കുകയും ചെടികൾ നന്നായി വളരുകയും ചെയ്യുന്നു. ഹൈടെക് നഴ്സറിയിലെ അടുത്ത വിഭാഗമാണ് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഹൗസ്. തടി കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ച ഫ്രെയിമുകളിൽ പോളിത്തീൻ ഫിലിമോ തണൽ വലകളോ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട നഴ്സറികളാണിവ. ഇതിനുള്ളിലുള്ള എൻവയോൺമെൻറ്റിനെ പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരുത്തുവാൻ സാധിക്കും. വെന്റിലേഷനുള്ള സ്ട്രക്ചേഴ്സാണ്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതിനുള്ളിലുണ്ട്. തൈകൾ ബെഡുകളിലോ പ്ലഗ് ട്രേകളിലോ വളർത്തുന്നു. ടിഷ്യൂ കൾച്ചർ ചെടികൾക്കുള്ള ഹാർഡനിങ് യൂണിറ്റുകളായും ഇവയെ ഉപയോഗിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കാം. എന്താണ് നഴ്സറി, എന്താണ് നഴ്സറിയുടെ പ്രാധാന്യം, എങ്ങനെയാണ് നഴ്സറി സൈറ്റ് സെലക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് വിവിധ തരം നഴ്സറികൾ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നഴ്സറി എന്താണെന്നും നഴ്സറിയുടെ പ്രാധാന്യം എന്താണെന്നും വിവിധ തരത്തിലുള്ള നഴ്സറികൾ എന്താണെന്നും നഴ്സറി സൈറ്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നഴ്സറി ബെഡ്, നഴ്സറി ബെഡുകൾ എങ്ങനെ തയ്യാറാക്കാം, തൈകൾ നടുന്നതിന് മുമ്പ് മണ്ണിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന കേന്ദ്രങ്ങളാണ് നഴ്സറികൾ അല്ലേ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് വിത്തുകളും തൈകളുമാണ്. എങ്കിലും ചെടികളിൽ നിന്ന് ലഭിക്കുന്ന പൂക്കളും കായ്കളും പഴങ്ങളും വിപണനം നടത്തി നഴ്സറികളുടെ ആദായം വർദ്ധിപ്പിക്കാം. നഴ്സറികളിൽ നിന്ന് വിൽക്കുന്ന വിത്തുകളും തൈകളും നല്ല ഗുണമേന്മയുള്ളതായിരിക്കണം. അതിനുവേണ്ടി വിത്തുകൾ നടുന്നത് മുതൽ തടം തയ്യാറാക്കുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? നഴ്സറി ബെഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിത്ത് വിതയ്ക്കുന്നതിനും തൈകൾ വളർത്തുന്നതിലേക്കുമായി കളകളും വിളകളുടെ അവശിഷ്ടങ്ങളും കട്ടകളും കല്ലും മാറ്റി പരുവപ്പെടുത്തിയെടുത്ത ഒരു പ്രദേശത്തെയാണ് നഴ്സറി ബെഡ് അല്ലെങ്കിൽ നഴ്സറി തടം എന്ന് പറയുന്നത്. കായിക പ്രവർത്തനം, അതായത് സെക്ഷൽ മെത്തേഡ്സ് വഴി വളർത്തിയെടുക്കുന്ന സസ്യങ്ങളുടെ കമ്പുകൾ, അതായത് സ്റ്റെം കട്ടിങ്സ്, ലീവ്സ് ഇലകൾ, ലെയറുകൾ, ഗ്രാഫ്റ്റുകൾ മുതലായവ വേര് പിടിപ്പിക്കുന്നതിനും നഴ്സറി ബെഡുകൾ ഉപയോഗിക്കുന്നു. ടൈപ്സ് ഓഫ് നഴ്സറി ബെഡ്. നഴ്സറി ബെഡുകൾ 3 വിവിധ തരത്തിൽ തയ്യാറാക്കാം. ഓരോ പ്രദേശത്തെയും മണ്ണും കാലാവസ്ഥയുമാണ് ഏതു തരം ബെഡുകളാണ് തയ്യാറാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സങ്കൺ ബെഡുകൾ എന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ബെഡുകൾ വരണ്ടതും കാറ്റ് കൂടുതലുള്ളതുമായ പ്രദേശങ്ങളിലാണ് തയ്യാറാക്കുന്നത്. ഈ തടങ്ങൾ തയ്യാറാക്കുന്നതിലേക്കായി ആദ്യം മണ്ണിൽ ആവശ്യത്തിന് വേണ്ട അഴുകിപ്പൊടിഞ്ഞ ഫാം യാർഡ് മെനുവർ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തറനിരപ്പിൽ നിന്ന് 10 മുതൽ 15 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ബെഡുകൾ എടുക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിനകത്ത് തൈകളും വിത്തുകളും നടുന്നു. അതിന് മുകളിൽ പുതയിടുകയും ചെയ്യുന്നു. തറനിരപ്പിൽ നിന്ന് താഴ്ന്ന ബെഡുകളായതുകൊണ്ട് മഴവെള്ളവും ജലസേചനം ചെയ്യുന്ന വെള്ളവും, അതായത് ഇറിഗേഷൻ വാട്ടറും ചെടിയുടെ ചുവട്ടിൽ കുറേ നേരം തങ്ങി നിൽക്കുന്നു. കാറ്റ് കൂടുതലുള്ള സമയങ്ങളിലും തൈകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നില്ല, കാരണം ഈ ബെഡുകൾ താഴ്ന്നതായതുകൊണ്ട്. ഇതാണ് സങ്കൺ ബെഡ്. അടുത്തത് ലെവൽ ബെഡുകളാണ്. ഇത്തരം ബെഡുകൾ തറനിരപ്പിൽ, അതായത് ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
നഴ്സറി ബെഡിന് ആവശ്യമായ ജൈവവളം ഇട്ടതിന് ശേഷം അവ നന്നായി മണ്ണിലേക്ക് ഇളക്കി ചേർക്കുന്നു. അതിനുശേഷം ഈ പ്രദേശത്ത് ഒരേ സൈസിലുള്ള, അതായത് ഒരേ നീളവും വീതിയുമുള്ള ചെറിയ ചെറിയ ബെഡുകൾ തയ്യാറാക്കുന്നു. സാധാരണയായി ഈ ഫ്ലാറ്റ് ബെഡുകൾക്ക് 1 മീറ്റർ വീതിയാണുള്ളത്. ചരിവിനനുസരിച്ച് ഇവയുടെ നീളം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. 2 ബെഡുകൾക്കിടയിൽ ഇറിഗേഷൻ ചാനൽസ് ഉണ്ടായിരിക്കും. ഇവ വെള്ളം കടത്തിവിടാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ബെഡിൽ അധികം വരുന്ന വെള്ളം വാർന്നു പോകാൻ, തങ്ങി നിൽക്കാതെ വാർന്നു പോകുന്നതിന് സഹായിക്കും. ഇത്തരം ബെഡുകൾ സാധാരണ മഴയില്ലാത്ത സമയത്താണ് തയ്യാറാക്കുന്നത്. അടുത്തതായി റേസ്ഡ് ബെഡുകൾ എന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉയർന്ന ബെഡുകളാണിവ. മഴക്കാലത്താണ് സാധാരണയായി ഇത്തരം ബെഡുകൾ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തറനിരപ്പിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ഉയരത്തിലും 1 മുതൽ 1.5 മീറ്റർ വരെ വീതിയിലും 3 മുതൽ 5 മീറ്റർ വരെ നീളത്തിലുമാണ് ഈ ബെഡുകൾ തയ്യാറാക്കുന്നത്. ഈ 2 ബെഡുകൾക്കിടയിൽ 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ അകലം കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മഴയത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് നഴ്സറി ബെഡ് തയ്യാറാക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ബെഡ് തയ്യാറാക്കാൻ തിരഞ്ഞെടുത്ത പ്രദേശത്തെ മണ്ണ് നല്ല ജൈവാംശമുള്ളതും ഫെർട്ടൈലുമായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ബെഡുകളിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നല്ല നീർവാർച്ചാ സൗകര്യവും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, മണലിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ബെഡിന് ഉപയോഗിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടെ ജലസേചനം നടത്തേണ്ടതാണ്. സങ്കൺ ബെഡിലും ലെവൽ ബെഡിലും ജലസേചനം കൂടിയാൽ വിത്തുകളും തൈകളും അഴുകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായി, വിത്തുകളും തൈകളും ബെഡുകളിൽ നടുന്നതിന് മുമ്പ് ബെഡിലെ മണ്ണ് സോയിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മണ്ണിലൂടെ വരാൻ സാധ്യതയുള്ള കീടങ്ങളുടെയും നിമാവിരകളുടെയും രോഗാണുക്കളുടെയും ആക്രമണം നമുക്ക് തടയാൻ സാധിക്കും. അടുത്ത പോയിന്റ്, നഴ്സറി ബെഡിൻ്റെ വീതി 1 മീറ്ററിൽ കൂടുതലാകാൻ പാടില്ല. ബെഡിൻ്റെ നീളം ചരിവിന് അനുസൃതമായിരിക്കണം. എന്നാൽ മാത്രമേ നനയ്ക്കുമ്പോൾ വെള്ളം ബെഡിൻ്റെ എല്ലാ മൂലകളിലും എത്തുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ബെഡുകൾ ഭാഗികമായി തണലുള്ള സ്ഥലത്ത് വേണം തയ്യാറാക്കാൻ എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ തൈകൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഹീറ്റ് ഷോക്ക് ഉണ്ടാകും. കുറച്ച് മരങ്ങൾ വളർന്നു നിൽക്കുന്ന പ്രദേശമാണ് നഴ്സറിക്ക് ഉത്തമം. അധികം വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഷെയ്ഡ് ഹൗസുകൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ് നഴ്സറി ബെഡുകൾക്ക് മുകളിൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. അടുത്തതായി, സോയിൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വിത്തുകൾ മുളയ്ക്കുന്നതിനും കാണ്ഡങ്ങൾ, അതായത് കട്ടിങ്സ് വേര് പിടിക്കുന്നതിനും അനുയോജ്യമായ മാധ്യമമാണ് നഴ്സറികളിൽ വേണ്ടത്. ചെടികൾ വളർത്തുന്നതിന് ഉപയോഗിക്കുന്ന മിശ്രിതത്തിൽ മണ്ണ് ഒരു പ്രധാന ഘടകമാണ്. നഴ്സറികളിൽ ഉപയോഗിക്കുന്ന മണ്ണ് കളകൾ, കീടങ്ങൾ, രോഗാണുക്കൾ എന്നിവയിൽ നിന്നും വിമുക്തമായിരിക്കണം. ഇവയിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നഴ്സറിയിലെ മണ്ണ് ആവി കൊണ്ടോ, അതായത് നീരാവി കൊണ്ടോ, രാസവസ്തുക്കൾ കെമിക്കൽസ് കൊണ്ടോ അണുനശീകരണം ചെയ്യുന്നത് നല്ലതാണ്. ഇത് വലിയ നഷ്ടങ്ങൾ നഴ്സറിയിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്ന അണുനശീകരണത്തിനെയാണ് നമ്മൾ സോയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള സോയിൽ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. സോയിൽ സോളറൈസേഷൻ, അതായത് സൂര്യതാപീകരണം. 2. ഫോർമാലിൻ സൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റ്. 3. ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ ഇൻ സോയിൽ. 4. ഇൻസെക്ടിസൈഡ് ആപ്ലിക്കേഷൻ ഇൻ സോയിൽ. 5. യൂസ് ഓഫ് ബയോ ഏജൻറ്റ്സ്. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. സോയിൽ സോളറൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മണ്ണിലുള്ള അണുക്കളെയും കീടങ്ങളെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ സോയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. മണ്ണിൽ നിന്ന് ചെടികൾക്കുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ ഉള്ള ഒരു പ്രകൃതി സൗഹാർദ്ദമായ മാർഗമാണ് സോയിൽ സോളറൈസേഷൻ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈർപ്പമുള്ള മണ്ണിൻ്റെ മുകളിൽ സുതാര്യമായ ഒരു പോളിത്തീൻ ഷീറ്റ് വിരിക്കുകയും ആ പോളിത്തീൻ ഷീറ്റിനുള്ളിലേക്ക് കടക്കുന്ന സൂര്യപ്രകാശം മണ്ണിലുള്ള ജലത്തെ നീരാവിയാക്കുകയും ആ നീരാവിയുടെ ചൂട് മണ്ണിലുള്ള അണുക്കളെയും
കീടങ്ങളെയും കീടങ്ങളുടെ മുട്ടകളെയും നിമാവിരകളെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രോതെർമൽ ഡിസിൻഫെക്ഷൻ ആണ് നടക്കുന്നത് എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് മാത്രമേ മണ്ണിൻ്റെ സൂര്യതാപീകരണം ശരിയായി ചെയ്യാൻ പറ്റുള്ളൂ. സൂര്യതാപീകരണം വഴി നമുക്ക് മണ്ണിലുള്ള കളകളെയും കളകളുടെ വിത്തുകളെയും കീടങ്ങളെയും കീടങ്ങളുടെ മുട്ടകളെയും കുമിളുകളെയും നിമാവിരകളെയും നന്നായി നിയന്ത്രിക്കാൻ സാധിക്കും. സോയിൽ സോളറൈസേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നഴ്സറി ബെഡ് തയ്യാറാക്കുക. നഴ്സറി ബെഡ് നന്നായി കിളച്ച് അതിനകത്തുള്ള കല്ലും കട്ടകളും ചെടികളുടെ അവശിഷ്ടങ്ങളും മാറ്റി പൊടി രൂപത്തിലുള്ള മണ്ണാക്കി മാറ്റുക. ഇങ്ങനെ പൊടി രൂപത്തിലായാൽ മാത്രമേ പ്ലാസ്റ്റിക് ഷീറ്റ് അതിന് മുകളിൽ നന്നായി പറ്റിച്ചേർന്ന് കിടക്കുകയുള്ളൂ. ഇങ്ങനെ തയ്യാറാക്കിയ ബെഡിന് മുകളിൽ ജൈവവളം ഇട്ടുകൊടുക്കുക. ജൈവവളം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മണ്ണുമായി മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ ലെവൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ലെവൽ ചെയ്ത ബെഡിൻ്റെ മുകളിൽ 1 മീറ്റർ സ്ക്വയറിന് 5 ലിറ്റർ എന്ന കണക്കിന് വെള്ളം നനച്ചു കൊടുക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇങ്ങനെ നന്നായി നനച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സുതാര്യമായ ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നന്നായി മൂടുക. സൈഡ് മണ്ണുപയോഗിച്ച് ഒട്ടിച്ച് ചേർക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് അകത്തുള്ള ഈർപ്പവും ചൂടും പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഷീറ്റിനും മണ്ണിനുമിടയിൽ എയർ സ്പേസസ് അല്ലെങ്കിൽ വായു സ്ഥലങ്ങൾ ഉണ്ടാകുന്നത് താപീകരണത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കും. അതുകൊണ്ട് നന്നായി വലിച്ച് വേണം ഷീറ്റ് ഒട്ടിക്കാൻ. ഇങ്ങനെ ഒരു 5-6 ആഴ്ച ഇട്ടതിന് ശേഷം ഷീറ്റ് മാറ്റി നമുക്കവിടെ വിത്ത് പാകാവുന്നതാണ്. 200 ഗേജ് കട്ടിയുള്ള ഷീറ്റാണ് മൂടാൻ ഉപയോഗിക്കുന്നത്. അടുത്ത സോയിൽ ട്രീറ്റ്മെൻറ്റാണ് ഫോർമാലിൻ സൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ നഴ്സറി ബെഡിലെ മണ്ണ് അണുവിമുക്തമാക്കാൻ ഫോർമാലിൻ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 2.5 ml എന്ന തോതിൽ ഫോർമാലിൻ മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്ത സൊല്യൂഷൻ നന്നായിട്ട് മണ്ണിലൊഴിച്ച് കുതിർക്കണം. മണ്ണിലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേൽമണ്ണിൻ്റെ 15 മുതൽ, അതായത് മുകളിൽ തൊട്ട് 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നന്നായി കുതിരാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കുതിർത്ത തടങ്ങൾ 200 ഗേജ് കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്യുക. ഫോർമാലിൻ്റെ പുക ഷീറ്റിനടിയിൽ നിറയുകയും മണ്ണിലുള്ള അണുക്കളെയും കീടങ്ങളെയും ഈ പുക നശിപ്പിക്കുകയും ചെയ്യുന്നു. 48 മണിക്കൂറിന് ശേഷം പോളിത്തീൻ ഷീറ്റ് മാറ്റാം. മണ്ണ് ഒന്ന് കിളച്ച് ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഈ ഫ്യൂംസിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കണം. ഇതിന് ശേഷം ഒരു 7 തൊട്ട് 10 ദിവസങ്ങൾക്ക് ശേഷം വിത്തോ അല്ലെങ്കിൽ തൈകളോ നമുക്ക് നടാവുന്നതാണ്. ഈ ട്രീറ്റ്മെൻറ്റ് സാധാരണ ചെയ്യുന്നത് പോളി ഹൗസുകളിലാണ്. അടുത്ത സോയിൽ ട്രീറ്റ്മെൻറ്റ് ഫംഗിസൈഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതായത് കുമിൾനാശിനികൾ ഉപയോഗിച്ചുള്ള സോയിൽ ട്രീറ്റ്മെൻറ്റ് യൂസിങ് ഫംഗിസൈഡ്സ്. ഇവിടെ നമ്മൾ ക്യാപ്റ്റാൻ, തൈറാം എന്നീ കുമിൾനാശിനികളാണ് സാധാരണയായി ഉപയോഗിക്കാറ്. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ബെഡിന് 1 മീറ്റർ സ്ക്വയറിന് 5 ഗ്രാം എന്ന തോതിൽ മണ്ണിൽ ഈ കുമിൾനാശിനികൾ ഇട്ടുകൊടുക്കുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2.5 മുതൽ 3% വീര്യമുള്ള കുമിൾനാശിനി ലായിനി തയ്യാറാക്കി 1 മീറ്റർ സ്ക്വയർ ബെഡിന് 4 മുതൽ 5 ലിറ്റർ ലായിനി എന്ന തോതിൽ മണ്ണിലൊഴിച്ച് നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സോയിൽ ട്രീറ്റ്മെൻറ്റ്. സോയിൽ ട്രീറ്റ്മെൻറ്റ് ബൈ ഇൻസെക്ടിസൈഡ്. മണ്ണിൽ കാണുന്ന ഉറുമ്പുകളെയും ചിതലിനെയും മറ്റ് ഇൻസെക്റ്റുകളെയും അവയുടെ മുട്ടകളെയും നശിപ്പിക്കുന്നതിലേക്കായി മണ്ണിൽ കീടനാശിനി ലായിനി ഒഴിച്ചു കൊടുക്കുന്ന മെത്തേഡാണ് ഇത്. ഇതിനായി 2 ml ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി
മണ്ണിൽ ഒഴിച്ച് കുതിർക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സോയിൽ ട്രീറ്റ്മെൻറ്റാണ് യൂസ് ഓഫ് ബയോ ഏജൻറ്റ്സ്. എന്താണെന്ന് നോക്കാം. മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ പൊരുതുന്ന സൂക്ഷ്മാണുക്കളാണ് ട്രൈക്കോഡർമ, ജനുസിൽപ്പെട്ട കുമിളും സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന ബാക്ടീരിയയും. ഇത് 1 മീറ്റർ സ്ക്വയറിന് 10 മുതൽ 25 ഗ്രാം എന്ന തോതിൽ മണ്ണിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവ എന്ത് ചെയ്യുന്നു? ഇവ രോഗമുണ്ടാക്കുന്ന മറ്റു ഫംഗസുകളെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്ത് 2-3 ദിവസങ്ങൾക്ക് ശേഷം നഴ്സറി ബെഡുകളിൽ നമുക്ക് വിത്ത് പാകാവുന്നതാണ്. സീഡ് ട്രീറ്റ്മെൻറ്റ് അഥവാ വിത്ത് ഉപചാരം. നഴ്സറികളെ സംബന്ധിച്ചിടത്തോളം വിത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? ഗുണനിലവാരമുള്ളതും വൃത്തിയായി ശേഖരിച്ചതും ഉയർന്ന ജെർമിനേഷൻ പെർസെൻറ്റേജ്, അതായത് അങ്കുരണശേഷിയുമുള്ള വിത്തുകളായിരിക്കണം നഴ്സറികളിൽ ഉപയോഗിക്കേണ്ടത്. വിത്ത് സൂക്ഷിക്കുന്നതിന് മുമ്പോ നിലത്ത് പാകുന്നതിന് മുമ്പോ ചില ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിത്ത് മുഖേന വ്യാപകമാകാൻ സാധ്യതയുള്ള കുമിൾ രോഗങ്ങൾ, കീടങ്ങളുടെ ആക്രമണം, അതായത് കീടങ്ങളുടെ മുട്ടകളൊക്കെ വിത്തുകളിൽ കാണാൻ സാധ്യതയുണ്ട്. ഇത് ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിത്തുപചാരം ചെയ്യുന്നത്. കുമിൾനാശിനികളായ ക്യാപ്റ്റാൻ, തൈറാം, കാർബൺഡാസിം എന്നിവയാണ് സാധാരണയായി സീഡ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. ഇവ 1 കിലോ വിത്തിന് 2.5 മുതൽ 3 ഗ്രാം എന്ന തോതിൽ വിത്തുമായി കലർത്തി വയ്ക്കുന്നു. ഇങ്ങനെയുള്ള വിത്തുകളാണ് പാകാൻ ഉപയോഗിക്കുന്നത്. മദർ ബ്ലോക്ക് അഥവാ പ്രോജനി ഓർച്ചാർഡുകൾ. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് തുടങ്ങിയ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒട്ടുകമ്പുകൾ അഥവാ സയോണുകൾ ആവശ്യമാണ്. സയോൺ കമ്പുകൾ അഥവാ ഒട്ടുകമ്പുകൾ സുലഭമായി ലഭിക്കുന്നതിന് മാതൃസസ്യങ്ങൾ അഥവാ മദർ പ്ലാന്റ്സിനെ നഴ്സറികളിൽ തന്നെ നട്ടു വളർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ അലങ്കാര സസ്യങ്ങളുടെയും മദർ പ്ലാന്റ്സിനെ ഇനം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ചെടികളുടെയും മദർ പ്ലാന്റ്സിനെ അഥവാ മാതൃസസ്യങ്ങളെ നഴ്സറികളിൽ സംരക്ഷിക്കുകയാണ് ശരിയായ മാർഗം. ഇങ്ങനെ മാതൃസസ്യങ്ങളെ വളർത്തുന്ന നഴ്സറിയിലെ ഏരിയയാണ് മദർ ബ്ലോക്ക് അഥവാ പ്രോജനി ഓർച്ചാർഡുകൾ എന്ന് പറയുന്നത്. നല്ലൊരു അലങ്കാര സസ്യ നഴ്സറിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക. ടീച്ചർ ഈ ക്ലാസ്സിന്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അത് എഴുതി ടീച്ചർമാർക്ക് സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.